തഞ്ചാവൂർ യാത്രയുടെ 2-ാം ദിവസത്തെ 3-ാമത്തെ വീഡിയോ ആണിത്. ഇതിൽ ഞങ്ങളൊരു വീണ മേക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനെ ലക്ഷ്യമാക്കി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വഴി അറിയാതെ ഇവിടെ ഇവിടുന്ന് ഒരു ഓട്ടോച്ചേട്ടനെ കിട്ടി. ഒരു പാവ മനുഷ്യനാണ് കേട്ടോ. പുള്ളി ഞങ്ങളിവിടെയൊക്കെ ചുറ്റി കാണിച്ചു. മതിയഴകൻ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ അത് ഞങ്ങൾ ഇത് പല പല സെക്ഷനായിട്ടാണ് ഈ വീണ മേക്കിങ്. ഇപ്പോൾ ഒരു റഫായിട്ടുള്ള ഏരിയ ഒരു സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഫിനിഷിങ് വർക്ക് വേറെ സ്ഥലത്തുനിന്ന്, അങ്ങനെയാണ് ഇതുപറ്റിയൊരു പ്രോസസ്സ്. അപ്പോൾ ഇത് റഫായിട്ടുള്ള ഏരിയ, അവിടേക്കാണ് ഞങ്ങൾ ആദ്യം വന്നത്. ഇവിടെ വീണയുടെ അതായത് മോൾഡും കാര്യങ്ങളൊക്കെ മരത്തിൽ കൊത്തി ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഒരു വീടുണ്ട്. അവിടുത്തെ ഒരു 10 മിനിറ്റ് പോകാനുള്ള ദൂരം പോലും ഇല്ല. ഒരു അച്ഛനും മകളും ഒരു ഫാമിലി, ചെറിയൊരു ഫാമിലിയാണ് ഇവർ ഈ വീണ മേക്കിങ്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ ആ ചേച്ചി വീണയൊക്കെ എടുത്ത് നമുക്ക് കാണിച്ചു തന്നു. ആക്ച്വലി പുള്ളിക്കാരി ഫുഡ് കഴിക്കായിരുന്നു, അവിടെ നിന്ന് എണീച്ച് വന്നിട്ടാണ് കാണിച്ചു തന്നെ. അപ്പോൾ ഇവിടെ ഓൾറെഡി മേക്കിങ് ചെയ്യുന്നൊരു വീണ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഞങ്ങൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. ഏകദേശം ഒരു 30,000 രൂപ ഒക്കെ എന്നാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വീണ റേറ്റ്. ഇതിന് കുറേ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് ഇതിൻ്റെ റേറ്റിന് മാറ്റങ്ങളുണ്ടാവും. പിന്നെ രസമുണ്ട്, നല്ല രസമുണ്ടായിരുന്നു സാധനം കാണാൻ വേണ്ടി. ഞാൻ ഈ സാധനം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ മേൽഭാഗത്തുള്ള ഈ ഒരു ഉണ്ട പോലെ സംഭവം പ്ലാസ്റ്റിക് കേട്ടോ, ബാക്കിയെല്ലാം മരമാണ്. മരം തന്നെ അത് സിംഗിളായിട്ട് മരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്, ജോയിൻ ചെയ്തുണ്ടാക്കുന്നുണ്ട്, അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. ദൃശ്യക്ക് ഇവർ അത് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തു. ദൃശ്യക്ക് അത് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തു. പിന്നെ അതിന് ശേഷം അവർ അവിടെ ഇരുന്നിട്ട് അത് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചു. പുള്ളിക്കാരൊക്കെ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു. ഇങ്ങനെ വെളിയിലേക്ക് എല്ലാം കയറ്റി പോകുമോ? രണ്ട് ജോയിന്റ്. വീണ മേക്കിങ്ങും അതിൻ്റെ പ്രോസസ്സൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഇനി നമ്മൾ ലക്ഷ്യം ഈ അമ്പലത്തിലേക്ക് പോകുന്നതാണ്. ബിഗ് ടെമ്പിളിലേക്കുള്ള യാത്രയാണ് ഞാൻ അടുത്ത വീഡിയോയിൽ. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് റൂം പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു ട്രഡീഷണൽ ലുക്കിൽ വേണം അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി
അമ്പലത്തിലേക്കുള്ള യാത്രയുടെ വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.